തീരാറായി. നമ്മളിന്ന് അടുത്ത ഓപ്പൺ താങ്ക്സ് ഡേ ജോസ്ന, നമ്മുടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ഏതോ കലാസമിതിയുടെ ഒരു സ്കിറ്റ് ഇല്ലാതെ കംപ്ലീറ്റ് ആവോ? അത് ശരിയാ. പക്ഷെ അവരെവിടെ? അവർ സ്കിറ്റ് ചെയ്യാൻ തയ്യാറാണോ? അവരും അവിടെ ഉണ്ടായിരുന്നു. ഭദ്രേ, എനിക്കൊന്ന് അവിടെ സൈഡിൽ ഉണ്ടെന്നാ തോന്നുന്നത്. കുറച്ചുപേരെ ഒക്കെ കാണാം, സ്കിറ്റിലുള്ള ആൾക്കാരെയൊക്കെ. അല്ല ജോസ്ന, അവിടെ ടീച്ചറും ഉണ്ടായിരുന്നോ? അത് കണ്ട് ഞാൻ ചിരിച്ച് ചത്തു. അല്ല, അവർക്ക് നായികയെ കിട്ടിയോ എന്തോ ഇന്ന് റിവീൽ ചെയ്യാന്നല്ലേ പറഞ്ഞത്? പറഞ്ഞ പറ്റിക്കുമോ? പറ്റിക്കും തോന്നുന്നില്ല. എന്താണെങ്കിലും നമുക്ക് സ്കിറ്റ് കണ്ടു നോക്കാം. ഓക്കെ, എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തത് നമ്മുടെ നായികയെ കാണാനല്ലേ? നമുക്ക് അങ്ങോട്ട് മാറാം. അതെ, എല്ലാവരും സ്കിറ്റ് കണ്ട് എൻജോയ് ചെയ്യാം. അപ്പൊ വെറുതെ ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ. അതെ, ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് വിസിറ്റ്, അത്രേ ഉള്ളൂ. പൈസ എനിക്കൊരു കൊച്ചാശമുണ്ട്. അതെല്ലാവരോടും ഫോളോവർസ് പറയേണ്ട കാര്യം എന്താണ്? പിന്നെ നാഷണൽ പോകാനെടുത്തോട്ടെ പോയി ഒന്ന് പോയിക്കൂടെ? പിന്നെ ഞാൻ എല്ലാ കുട്ടിയല്ലേ നോക്കി നിൽക്കാനായിട്ട്. ഇത് എന്തിനാണ് നിങ്ങളിങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇത് 80% പേർക്കുള്ള അസുഖമാണ് പൈസ. ഇത് നിങ്ങളെ ഇന്ന് വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് പാരമ്പര്യ അസുഖമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് അച്ഛനൊക്കെ ഇല്ല. വിത്തിട്ട് മുളച്ചോന്നാണ് ഞാൻ. അല്ല, എന്റെ പേപ്പറൊക്കെ വെട്ടിയെടുത്തത്. ഇത് ഇത്ര പ്രശ്നമുള്ള അസുഖമല്ല. എന്താണ് വിഷയം? ഇങ്ങനെ ടെൻഷൻ ആയിരുന്നു. ഞാനൊരു ബിസിനസ് മാനാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലേ എനിക്ക് പൈസ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നീ പെണ്ണുപിള്ളേ തുടങ്ങണം. ഒന്നും പറയണ്ട, ഭയങ്കര ശല്യമാണ് അവിടെ. എന്റെ ഭാര്യ ഒരു പ്രശ്നമില്ല, ഒരു ശല്യമില്ല അവിടെ. എനിക്ക് എന്നിട്ട് എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്നെ കണ്ടി കാണാൻ കൊള്ളുന്ന ഒരാളെ കണ്ടപ്പോ അയാളോടെ പോയി. ഞാനിപ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെല്ലേ? അഖിവാനെ, എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പുറകിൽ മാറിയുമില്ല, വേറൊരുത്തന്റെ കൂടെ പോയുമില്ല. ഭയങ്കര ശല്യമാണ്. പെട്ടെന്നാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. അപ്പൊ ഡോക്ടർ പറയാൻ ഈ 10 മിനിറ്റ് എടുക്കും. എന്താ ചെയ്യാം? നിൻസി, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. നീ ആദ്യം വന്നോ പോയി. അതെ ഞാൻ കട്ടിയാവുന്നതാ. ഫോൺ പെട്ടെന്ന് കട്ടായി. ഞാൻ വേറൊരു ഡീലിന് വേണ്ടിട്ട് വന്നതാ. അല്ല, നീ എന്താ ഇവിടെ? ഈ ഡോക്ടറാണെന്നറിയാം, പക്ഷെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതെല്ലേ? ഓർമ്മയുണ്ടാന്ന് മറക്കാൻ പറ്റും. നീ ഞാൻ പറ്റപ്പെടട്ടെ. ഇപ്പോഴും എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. എന്താ പറയാ, നാട്ടിലുണ്ടാന്ന് നോക്കിയതാണ്. പുറകെ നടന്നിട്ടാ ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ എന്തൊരു രസമെന്ന്. സ്കൂളിലേക്ക് ഓടി വരാനാണ്. അതെ, മണിയുടെ ശബ്ദം കിട്ടാൻ ഞാൻ ഓടി വരുമായിരുന്നു. നിനക്ക് മണിയനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? ഏത് മണി? സംശയം ഉണ്ടായിരുന്നു. ഏത് മണിയായിരുന്നു? മണിയൻ കേസ്. അവന്റെ ശബ്ദം കേട്ട് ഓടി വരുന്നു. മണിയും മണി ബെല്ലടിക്കുമ്പോഴേക്ക് ഞാൻ ഓടി വരുമായിരുന്നു നിന്നെ കാണാനായിട്ട്. എനിക്ക് ലവ് ലെറ്റർ തരാൻ വേണ്ടി ഞാനൊരു വരവ് വന്നപ്പോ ടീച്ചറിന്റെ എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ മലയാള ടീച്ചർ പിടിച്ചതല്ലേ ഉഷ ടീച്ചർ? എന്റെ പൊന്നെ, എന്നിട്ട് ആ ടീച്ചർ തന്നെ എന്തോരം തല്ലിയല്ലേ. എന്റെ പാടി ഇപ്പോഴത്തെ കാലത്തിലേക്ക് പോയിട്ടില്ല. ശരിക്കും പറഞ്ഞ ആ ടീച്ചർ നിന്നോട് ഇത്തിരി കുശുമ്പായിരുന്നു. കുശുമ്പോട്ടൊന്നുമല്ല. ടീച്ചർ ആ ലവ് ലെറ്റർ വായിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞ് ഞാൻ എന്തിനാണോ നിന്നെയൊക്കെ മലയാളം പഠിക്കുന്നത്? അയ്യോ, എന്നെ നിന്നെ കാണാൻ പറ്റിയത്. എന്തായാലും ഞാൻ പ്രേമിച്ച പെണ്ണ് ഡോക്ടറായില്ല, എനിക്ക് സന്തോഷം. ശരി, നീ പ്രേമിച്ച പെണ്ണ് ഡോക്ടറായി, എന്റെ പുറകെ നടന്ന നീ എന്തായി? ഒന്നും ആയില്ല. അല്ല, അങ്ങനെയല്ല, ഡോക്ടർ വക്കീൽ അങ്ങനെ ഒന്നും ആയില്ല. ഞാനിപ്പോ വലിയൊരു ബിസിനസ് ആയല്ലോ. അല്ല, നീ ഇപ്പൊ എന്താ വന്നത്? ഞാൻ നീ ഭർത്താവിനോട് പറയണ്ട, ഞാൻ ഈ ഹോസ്പിറ്റലില് വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്
ഞാൻ അപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് ക്ലയന്റായിട്ട്, അതിന് വേണ്ടിട്ട് ഞാൻ വന്നതാണ്. എന്റെ ദൈവമേ, നീ എങ്ങാണ്ട് ഈ ഹോസ്പിറ്റലിൽ വാങ്ങിച്ച ഞാൻ പിന്നെ നിന്റെ തൊഴിലാളിയാ. കാര്യം പറഞ്ഞേക്കാം, നീ എന്റെ മുതലാളിക്കായിരിക്കും, പക്ഷെ ഞാൻ നിന്റെ മുതലാളി തൊഴിലാളിന്നൊന്നും വിളിക്കൂല, ഞാൻ ദീപക്കേന്ന് വിളിക്കും. നീ എന്നെ ദീപക്കേന്ന് വിളിച്ചാൽ മതി, നിന്റെ പഴയ ദീപക്ക് തന്നെയാണ് ഞാൻ. കേട്ടില്ല, ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. നീ ഉണ്ടാവില്ല. ശരി ശരി. അതെ, ഇപ്പൊ പോയ ഡോക്ടർ എന്തിന്റെ ഡോക്ടർ? അതെന്തിന്റെ ഡോക്ടറാ? പൈസന്റെ മെയിൻ ഡോക്ടറാണ്. ഈ ഡോക്ടർ വന്നേ പിന്നാണ് പൈസക്ക് വേണ്ടി ഇത്രയും ആൾക്കാർ ഇവിടെ കേൾക്കാൻ തുടങ്ങി. അല്ല, എന്റെ അസുഖമൊക്കെ പൈസക്ക് പുള്ളിക്കാരിയാണ് നോക്കണത്. അവരാണ് നോക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, പൂ പറിക്കുന്ന ലാഭത്തോടെ പുള്ളിക്കാരി സമ്മതിക്കില്ല. അതിന് ഒരു പ്രശ്നമില്ല, അവര് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഡോക്ടറാണ്. ഇത് ശരിയാവൂല. ഇങ്ങനെയുണ്ടോ പൈസന്? ചേച്ചി എവിടെ പോയതാ? പുള്ളിക്ക് പോയതാ, നിങ്ങളെവിടെ പോയതാ? പുള്ളി ബിസിനസ് ചെയ്യുന്നില്ലേ? ചിട്ടിയുടെ കാര്യമാണ് ബിസിനസ് എന്ന് പറഞ്ഞത്. അല്ല, ഇത് പുള്ളി ഈ ഹോസ്പിറ്റലിൽ വിലയൊക്കെ പറഞ്ഞത്. എന്താണെന്നറിയാമോ? കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ലത്. അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ചതാണ് ഗ്ലാസ്. അതെ, 3 കോടി വാങ്ങി പോയിട്ട് പിന്നെ അതിന്റെ പണ്ടെടുത്ത് കൊണ്ട് ചെയ്തില്ല. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം തട്ടിക്കൊണ്ട് പോവാണ്, അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? 3 കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അത് ലോട്ടറി കച്ചവടത്തിന് പോകാറുണ്ട്. അതെ, ഒരു പേഷ്യന്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു പേഷ്യന്റ് നോക്കാം. കണ്ടില്ലല്ലോ. പെട്ടെന്ന് വിളിക്കും, പെട്ടെന്ന് വിളിക്കും. എനിക്ക് അതിനെ കൂടെ നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ചേട്ടാ, ഒന്ന് വന്നി ഡോക്ടർ. ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ദീപക്ക് നീ ഇന്നലെ ക്ലയന്റ് കണ്ടില്ലേ? ആ ക്ലയന്റ് മിക്കവാറും കട്ടായി പോകുന്നോ? ആണോ? ഇവിടെ വിളിക്കാം. നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? വിളിക്കുവാണ്. എന്റെ കെട്ടിയവനാണ് ഡോക്ടർ. ഇത് ദീപക്ക്, നിനക്കാണോ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലെന്നോ? എന്റെ ഡോക്ടർ നിനക്കാണോ പ്രശ്നം? സത്യം പറ. എനിക്കൊരു പ്രശ്നമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എനിക്കൊരു കുഴപ്പമില്ല. നീ MBBS കാണാൻ വേണ്ടിട്ടാണോ? കാരണം ശരിയാവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കുന്നേ. സംസാരിക്കുന്നത് ഒന്നും പറയണ്ട. ഡോക്ടറെ കാണിക്കാൻ പറ്റിയ ഇവരെ കാണിക്കാൻ സമ്മതിക്കില്ല. നമുക്ക് പോവാം. ദീപക്കെ എന്റെ പൊന്നെ, ഇത് സമയത്ത് കാണിക്കാതെ മൊത്തം കുളമായി പോയിട്ട് സാരില്ല, പേടിക്കൊന്നും വേണ്ട. ഇതൊരു കുഞ്ഞ് സർജറിയുടെ ഒരു ആവശ്യമുള്ളൂ. നമുക്ക് നാളെ അതിന് ചെയ്യാം. 15 എഴുന്നേറ്റ്